ഭർത്താവ് ചെയ്തു തരുന്ന പല കാര്യങ്ങളിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ഫീല് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? കാരണം മറ്റൊന്നുമല്ല, പല സ്റ്റോറീസിലും റീൽസിലൂടെയും നമ്മൾ കാണുന്ന പല ക്യാരക്ടേഴ്സും നമ്മളെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയോ അവരുടെ സാദൃശ്യമുള്ള ഒരു രൂപമാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നെ കേൾക്കുന്ന എന്റെ സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് കാണാതെ പോകാറുണ്ട്. ഒരുപാട് എഫേർട്ട് ഇട്ട് ഡെയിലി നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടും ഒരു ചിരി പോലും തരാൻ പറ്റാത്ത ഹസ്ബൻഡിനെ പിന്നീട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും കാണില്ല അല്ലേ? ഈ സെയിം കാര്യം തന്നെയാണ് ഹസ്ബൻഡ്സിനും നടക്കുന്നത്. ഓരോ പ്രാവശ്യവും അവർ പലതും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതിനെ ഗ്രേറ്റ്ഫുൾ അല്ലാതിരിക്കുമ്പോൾ, വീണ്ടും പരാതിയുടെ കെട്ടഴിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്രമാത്രം ആഗ്രഹം കാണും. നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന പല എഫേർട്ടും കണ്ടില്ലാന്ന് നടിക്കുന്നത് എത്ര വേദനാജനകമാണല്ലേ? ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാര്യയാണ് ഇല്ലെന്നെങ്കിൽ ആ ചിരിയുടെ പ്രകാശം കൂട്ടാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകും. നമ്മൾ ജീവിക്കാനും അവരെ ജീവിപ്പിക്കാനുമുള്ള തത്രപ്പാടിലാണ്. അതിനിടയിൽ പലപ്പോഴും അവർ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മറന്നു പോയേക്കാം. മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ആനന്ദവും കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആനയും അണ്ണാനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10,000 കയ്യിലുള്ള ഒരാള് 2,000 രൂപ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. നേരം മറിച്ചിട്ട് 1000 കയ്യിലുള്ള ഒരു മനുഷ്യൻ ഈ 1000 രൂപ തന്നെ ചെലവഴിക്കുന്നു. ഇതിൽ ആരാണ് ഗ്രേറ്റ്? അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് അവരുടെ ബെസ്റ്റാണ് അവർ നമുക്ക് തരുന്നത്. സോ എന്നൊന്ന് വിളിച്ചിട്ട് പറയാം, താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തിനും അറ്റ്ലീസ്റ്റ് ഇനി ഒന്നും ചെയ്തു തന്നില്ലേ, സാരില്ലടോ ഓട്ടെ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും അതിന് താങ്ക് യു പറയാം.